ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ പോയിന്റ് വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റേഴ്സ്. ഡിസാസ്റ്റർ എന്താണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. ഡിസാസ്റ്റർ ക്യാൻ ബി നാച്ചുറൽ ലൈക്ക് എർത്ത് ക്വേക്സ്, ഫ്ലഡ്സ് ഓർ മാൻ മെയ്ഡ് സച്ച് ആസ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. ഡിസാസ്റ്റേഴ്സ് രണ്ട് രീതിയിലാണ്. ഒന്ന് നാച്ചുറൽ ആണ്. നാച്ചുറൽ പറഞ്ഞാൽ നമുക്കറിയാം പ്രകൃതി സംബന്ധമായിട്ടുള്ള ദുരന്തങ്ങളാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ലൈക്ക് എർത്ത് ക്വേക്സ്, ഫ്ലഡ്സ്, അതേപോലെ തന്നെ സുനാമി അങ്ങനെയുള്ളവ. രണ്ടാമത്തതാണ് മാൻ മെയ്ഡ് സച്ച് ആസ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. അതായത് ആക്സിഡൻറ്റ്സ്, അതേപോലെ ബോംബ് സ്ഫോടനം അങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങളാണ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആയിട്ട് കണക്കാക്കുന്നത്. ഡിസാസ്റ്റർ ഹാവ് ബിക്കം മോർ ഫ്രീക്വൻറ്റ് ആൻഡ് ഇൻറ്റൻസ് ഇമ്പാക്റ്റിംഗ് പീപ്പിൾ വേൾഡ് വൈഡ്. അതായത് ഡിസാസ്റ്റേഴ്സ് മോർ ഫ്രീക്വൻ്റ് ആണ്. അതായത് ഇടയ്ക്ക് ഉണ്ടാവും, അതിൻ്റെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അത് ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇമ്പാക്റ്റിംഗ് പീപ്പിൾ വേൾഡ് വൈഡ്, ലോകത്താകമാനുള്ള ജനങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യും. ഡിസാസ്റ്റർ കോസ് ഡിസ്ട്രക്ഷൻ, ലോസ് ഓഫ് ലൈഫ് ആൻഡ് ഡിസ്ട്രപ്റ്റ് ഡെയിലി ലൈഫ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഡിസാസ്റ്റേഴ്സ് നമുക്ക് വരുന്ന ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി തീർക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫ് സ്ട്രക്ചർ തന്നെ മാറിപ്പോവുകയാണ് ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ എർത്ത് ക്വേക്സ്, ഫ്ലഡ്സ്, സൈക്ലോൺ, ഡ്രോട്ട്സ്, ലാൻഡ്സ്ലൈഡ് ആൻഡ് ഫോറസ്റ്റ് ഫയേഴ്സ്. മാൻ മെയ്ഡ് ആയിട്ടുള്ളതാണ് ആക്സിഡൻറ്റ് ലൈക്ക് പ്ലെയിൻ ക്രാഷ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ലൈക്ക് ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി 1984. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സാണ് എർത്ത് ക്വേക്സ്, ഫ്ലഡ്സ്, സൈക്ലോൺസ്, ഡ്രോട്ട്സ് പറഞ്ഞാൽ നമുക്കറിയാം വരൾച്ച, ലാൻഡ് സ്ലൈഡ്, ഫോറസ്റ്റ് ഫയേഴ്സ് ഒക്കെ. മാൻ മെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സാണ് ആക്സിഡൻറ്റ്സ് ലൈക്ക് പ്ലെയിൻ ക്രാഷ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ലൈക്ക് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി 1984 ഉണ്ടായ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനൊരു എക്സാമ്പിളായിട്ട് നമ്മുടെ വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തമൊക്കെ നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇനി അടുത്ത പോയിൻ്റാണ് ഗ്ലോബൽ ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ആർ അഫക്റ്റഡ്. ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ലീഡ്സ് ടു ബെറ്റർ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളെയും ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രികളെയൊക്കെ ഡിസാസ്റ്റേഴ്സ് ഒരുപോലെ അഫക്റ്റ് ചെയ്യും. അതിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസൊക്കെ എന്ത് ചെയ്യും, അവർ ഡിസാസ്റ്റേഴ്സിനെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിനുള്ള ഒരു പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. ഏഷ്യ, എസ്പെഷ്യലി ഇന്ത്യ, ചൈന ആൻഡ് ബംഗ്ലാദേശ് ഫേസസ് മെനി ഡിസാസ്റ്റർ റിലേറ്റഡ് ഡെത്ത്സ്. അതായത് നമ്മുടെ ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഏഷ്യൻ കൺട്രികളിലാണ് ഈ ഒരു ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് ഇന്ത്യാസ് വൾണറബിലിറ്റി ടു ഡിസാസ്റ്റേഴ്സ്. അതായത് ഇന്ത്യയിൽ കൂടുതൽ ഡിസാസ്റ്റേഴ്സ് വരാനുള്ള രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ ജോഗ്രഫി തന്നെ അതായത് ഒരു ഡിസാസ്റ്റേഴ്സിനനുസരിച്ചിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിനുള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് ഡിസാസ്റ്റേഴ്സൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യാസ് ലൊക്കേഷൻ ആൻഡ് വാരിഡ് ജോഗ്രഫി, മൗണ്ടെയ്ൻസ്, റിവർ, കോസ്റ്റ് ലൈൻസ് മേക്ക് ഇറ്റ് പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ്. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. മലകളും കുന്നുകളും പുഴകളും താഴ്വാരങ്ങളും കടൽ തീരങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു ഒഴുകാണ് ഭംഗി കൊണ്ട്. അതേപോലെ തന്നെ ഈ ഭംഗിയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളുണ്ട്. കൂടുതലായിട്ടും വരുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തന്നെയാണ്. കാരണം മലകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അവിടെ മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലും അതുമൊക്കെ ഉണ്ടാകുന്നത്. പുഴകളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അതേപോലെ കോസ്റ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ കടൽ തീരങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് സുനാമികൾ വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ജോഗ്രഫി ലൊക്കേഷനും ഒക്കെ ഇതിനനുസരിച്ച് ആയതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും ദുരന്തങ്ങൾ കണ്ടുവരുന്നത്. രണ്ടാമത്തെ റീസണാണ് പോപ്പുലേഷൻ പ്രഷർ. 80% ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ ലിവ്സ് ഓൺലി 2% ഓഫ് ഇറ്റ്സ് ലാൻഡ് ഏരിയ ഇൻ ഇന്ത്യ, സ്ട്രെസ്സിങ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് ഇന്ത്യയിലാണ് ഇപ്പോൾ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ഇന്ത്യ രാജ്യത്താണ്. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ കൂടുതലുണ്ടാകുമ്പോൾ അവർക്ക് താമസിക്കാനും കൂടുതൽ സ്ഥലം വേണം. അപ്പോൾ ഇവർ അതായത് ഭൂമിയിൽ സ്ഥലം കുറഞ്ഞു വരുമ്പോൾ ഇവർ മലകളിലേക്കും കാടുകളിലേക്കൊക്കെ മനുഷ്യർ താമസം മാറാൻ തുടങ്ങും. അപ്പോൾ അവരവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കും,
മലകളൊക്കെ നിരത്തും. അതൊക്കെ എന്താണ് ഈ ഒരു ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാനുള്ള ഓരോ റീസണാണ്. പിന്നെ അതിലൂടെ പിന്നെ ഓരോ ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു 2 റീസണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാനുള്ള 2 റീസണാണ്. ഒന്ന് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ഇന്ത്യയുടെ ലൊക്കേഷൻ, അതായത് ഇന്ത്യയുടെ ജിയോഗ്രഫി. രണ്ടാമത് ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ പ്രഷർ. ഇനി അടുത്ത പോയിൻ്റാണ് റീജിയണൽ ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. ഒന്ന് നമുക്ക് ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ ഓരോ റീജിയണിലും ഓരോ തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സാണ് ഉണ്ടാകുന്നത്. അതിൽ നോർത്ത് ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന കൂടുതലായിട്ട് കാണപ്പെടുന്ന ഡിസാസ്റ്റേഴ്സാണ് ലാൻഡ് സ്ലൈഡ്, എർത്ത് ക്വേക്സ്, ഫ്ലഡ്സ്, ഡ്രോട്ട്സ്. അതേപോലെ ഈ ഈസ്റ്റ് ഭാഗങ്ങളിൽ, അതായത് നമ്മുടെ മണിപ്പൂർ, അതുപോലെ മിസോറാം, ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സാണ് സവർ ഫ്ലഡിങ്, ബ്രഹ്മപുത്ര, ഗംഗ റിവേഴ്സ്. ഈ പുഴകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് മഴക്കാലങ്ങളിലൊക്കെ അവിടെ എന്ത് ചെയ്യും, ഫ്ലഡ് ഉണ്ടാവും. അതേപോലെ എർത്ത് ക്വേക്സ് ഉണ്ടാവും, സൈക്ലോൺസ് ഉണ്ടാവും. സൈക്ലോൺസ് പറഞ്ഞാൽ അറിയാലോ, ചുഴലിക്കാറ്റ്. അടുത്തതാണ് വെസ്റ്റിലുണ്ടാകുന്നതാണ് ഡ്രോട്ട്സ്, ഫ്ലഡ്സ്, വിൻഡ് ഇറോഷൻ, എർത്ത് ക്വേക്സ്. ഡ്രോട്ട്സ് പറഞ്ഞാൽ അറിയാലോ, വരൾച്ച. വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുജറാത്ത്, രാജസ്ഥാൻ, ആ ഭാഗങ്ങളൊക്കെ വരുന്നതാണ്. ഇനി അടുത്തതാണ് സൗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴ്നാട്, കേരളം, ആ ഭാഗങ്ങളൊക്കെ. ഇവിടെ ഉണ്ടാകുന്നതാണ് വൾണറബിൾ ടു സൈക്ലോൺസ്, സുനാമീസ്, സീ ഇറോഷൻ ആൻഡ് ഫ്ലഡ്സ്. അതായത് നമ്മുടെ ഈ ഭാഗങ്ങളാണ് കടലുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളെക്കാട്ടിലും കൂടുതൽ കടൽ വരുന്നത് ഈ ഒരു സൗത്തിലാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ എന്ത് ചെയ്യാം, നമുക്ക് സുനാമി, സീ ഇറോഷൻസൊക്കെ, നമുക്ക് പ്രോബ്ലംസൊക്കെ, ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാം. പിന്നെ അടുത്തതാണ് ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻഡമാൻ, നിക്കോബാർ, പ്രോൺ ടു സുനാമീസ് ആൻഡ് സീ ഇറോഷൻ. അതായത് ഈ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും സുനാമി, സീ ഇറോഷൻസ് ഒക്കെ. അത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഐലൻഡ് എന്ന് പറയുന്നത് കടലുമായിട്ട് ചുറ്റപ്പെട്ട ഏരിയയാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലാണ് കൂടുതലും കടൽ സംബന്ധമായിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇത് പഠിക്കാൻ കുറച്ച് സുഖത്തിന് നമുക്ക് ഫ്ലഡ്സ് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ആൻഡമാൻ നിക്കോബാറിൽ നമുക്ക് സുനാമി, സീ ഇറോഷൻ മാത്രമേ ഉള്ളൂ. ഫ്ലഡ്സ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ ലാൻഡ് സ്ലൈഡ്, നോർത്തിലാണ് ലാൻഡ് സ്ലൈഡ് ഉള്ളത്. അപ്പോൾ ആ ഭാഗങ്ങളിലാണ് കൂടുതലും മലനിരകളുള്ളത്. അതുകൊണ്ട് നമുക്ക് ലാൻഡ് സ്ലൈഡ് അവിടെ വരും. പിന്നെ എർത്ത് ക്വേക്സ് നമ്മളുടെ സൗത്തിലല്ലാത്ത ബാക്കി 3 ഭാഗങ്ങളിലും എർത്ത് ക്വേക്സ് ഉണ്ട്. പിന്നെ സൈക്ലോൺസും ഏകദേശം എല്ലാ ഭാഗങ്ങളിലും, നമ്മുടെ നോർത്തിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ സൈക്ലോൺസ് ഇല്ലാത്തത്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ സൈക്ലോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് എളുപ്പത്തിന് വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയാണ്ട് പഠിക്കാം. ഇനി അടുത്തതാണ് നോട്ടബിൾ ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമുക്ക് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്. അതൊന്ന് ഗുജറാത്തിൽ സംഭവിച്ച 2001 ഉണ്ടായ എർത്ത് ക്വേക്കാണ്. ഇനി രണ്ടാമത്തത് മുംബൈ ഗുജറാത്ത് ഫ്ലഡ്സാണ് 2005. പിന്നെ ഒന്ന് 2004 ഉണ്ടായ സുനാമിയാണ്. പിന്നെ അടുത്തത് ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡാണ്. ഫൈലിൻ സൈക്ലോൺ ഇൻ കോസ്റ്റൽ ഒറീഷ ആൻഡ് ആന്ധ്രാപ്രദേശ് 2013. 2013 ഒറീസയിലും ആന്ധ്രാപ്രദേശിലും ഉണ്ടായ സൈക്ലോണാണ്. ഇനി അടുത്തത് 2004 ഉണ്ടായ സുനാമി. ലാക്ക് ഓഫ് വാർണിംഗ് സിസ്റ്റം ലെഡ് ടു ഹ്യൂജ് ലോസസ് എസ്പെഷ്യലി ഇൻ കോസ്റ്റൽ ഏരിയാസ് ഓഫ് തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്. അതായത് 2004 ഉണ്ടായ സുനാമി നമുക്ക് കറക്റ്റ് വാർണിംഗ് സിസ്റ്റം, അതായത് കാലാവസ്ഥാ പ്രവചകരിൽ നിന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് വാർണിംഗ് സിസ്റ്റം ഒന്നും കിട്ടാത്തത് കൊണ്ട് അവിടെയുള്ള ആൾക്കാർക്കൊന്നും ഒരു കരുതിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് വന്ന ആ ഒരു ഡിസാസ്റ്ററിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇനി അടുത്താണ് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഡയറക്റ്റ് ഇമ്പാക്ട്സ്, ഡെത്ത്, ഡാമേജ് ടു ഇൻഫ്രാസ്ട്രക്ചർ, കമ്മ്യൂണിക്കേഷൻ, പവർ, വാട്ടർ ആൻഡ് ഹെൽത്ത് കെയർ. അതായത് ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസാസ്റ്റർ സംഭവിച്ച അപ്പം തന്നെ ഉണ്ടാകുന്ന പ്രോബ്ലംസാണ്. അതൊന്ന് ഡെത്ത്, അതായത് സ്പോട്ടിൽ നമ്മൾ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചാൽ മരണം അപ്പോൾ സ്പോട്ടിൽ സംഭവിക്കും. ഡാമേജ് ടു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ദൈനംദിന ജീവിതശൈലികളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ഡെയിലി റൂട്ടീനൊക്കെ, അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടും, പവർ ഉണ്ടാവില്ല, വാട്ടർ ഉണ്ടാവില്ല, ചിലപ്പോൾ ഹെൽത്ത് കെയർ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ എന്താണ്, ഡയറക്റ്റ് ഇമ്പാക്റ്റാണ്. ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് കുറച്ച് കാലതാമസം വന്ന് പ്രോബ്ലംസ് വരുന്നത് ഒന്ന് എക്കണോമിക് സിസ്റ്റമാണ്. അതായത് ആ ഒരു ആൾക്കാരൊന്നും ജോലിക്ക് പോകാതെയാവും, ഒരുപാട് ബിൽഡിംഗ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് എക്കണോമിക്കായിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ വരും. 2 സോഷ്യൽ ലൈഫ് ഡിസ്ട്രപ്റ്റഡ് ആണ്. അതായത് നമുക്ക് ആ ഒരു സൊസൈറ്റി, ഒരു
ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റി ആയിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ചിലപ്പോൾ ഒരു സൊസൈറ്റി ആയിരിക്കും. അപ്പോൾ ആ ഒരു സോഷ്യൽ ലൈഫ് പിന്നെ റീക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലതാമസം വരും. പിന്നെ സൈക്കോളജിക്കൽ ട്രോമ ഫോർ വിക്ടിംസ്, അതായത് ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ട്രോമ, അവർക്ക് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ, അതൊക്കെ മാറി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഇനി അടുത്ത പോയിൻ്റാണ് പുവർ പീപ്പിൾ ആർ മോസ്റ്റ് അഫക്റ്റഡ് ആസ് ദേ റിലേ ഓൺ ഡെയിലി വേജസ്. അതായത് ഡെയിലി വേജസിന്, അതായത് ദിവസക്കൂലിക്ക് ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വരാനുള്ളത്. കാരണം അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതെയാവും, ഉള്ള ആരോഗ്യം നഷ്ടപ്പെടും, അതുപോലെ തന്നെ അവരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഡെയിലി വേജസിന് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇനി അടുത്ത പോയിൻ്റാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തെയാണ് പറയുന്നത്. ലോക്കൽ ആൻഡ് നാഷണൽ കമ്മിറ്റി, സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റീസ് ലീഡ് റെസ്പോൺസ് ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റ് സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി. അടുത്തത് അറ്റ് നാഷണൽ ലെവലിൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ആൻഡ് സെൻട്രൽ സപ്പോർട്ട് ഡിഫൻസ് സർവീസ്, എയർ ഡ്രോപ്പിംഗ്, റെസ്ക്യൂയിങ്, സെർച്ചിങ്, ട്രാൻസ്പോർട്ട് of good relief etc. and availability and ferry service, health and personal and medical support. The point ആണ് rehabilitation and response. Non-routine events like disaster require fast വെൽ കോർഡിനേറ്റഡ് റെസ്പോൺസ്. അതായത് എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള റെസ്പോൺസ് വേണം, അതുപോലെ തന്നെ വെൽ കോർഡിനേറ്റഡ് ആയിട്ടിരിക്കണം. അതായത് നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കെയർ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ പെട്ടെന്ന് നമുക്ക് റിലീഫ് കിട്ടുന്ന രീതിയിലുള്ള റെസ്പോൺസ് പെട്ടെന്ന് തന്നെ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ലഭിച്ചിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, സ്പെഷ്യലി ട്രെയിൻഡ് റെസ്ക്യൂ ടീംസ് എക്യുപ്പൈഡ് വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി ആർ എസെൻഷ്യൽ. അതായത് നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്പൈഡ് ആയിട്ടുള്ള റെസ്ക്യൂ ടീംസ് എന്തായാലും, അതായത് സ്പെഷ്യലി ട്രെയിൻഡ് ആയി, അതായത് ഈ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ പറ്റുന്ന സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള റെസ്ക്യൂ ടീം ആവശ്യമാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എയിംസ് ടു റെഡ്യൂസ് ഡിസാസ്റ്റർ ഇമ്പാക്ട് നോട്ട് പ്രിവെൻറ്റ് ദം. അത് നമുക്കൊരിക്കലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ നമുക്കൊരിക്കലും പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയില്ല, നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് മരണങ്ങൾ സംഭവിക്കും, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കും. ഈ നാശനഷ്ടങ്ങൾ കുറക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ, അല്ലാതെ നമുക്കൊരിക്കലും ആ ഒരു ഡിസാസ്റ്റർ തടയാൻ കഴിയില്ല. ഇനി അടുത്ത ലാസ്റ്റ് പോയിൻ്റാണ് മെയിൻ ഗോൾസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് പോയിൻ്റ്, മിനിമൈസ് ഡാമേജ്, പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് റിലീഫ് ആൻഡ് സപ്പോർട്ട് ലോങ് ടേം റീകവറി. അതായത് ഉള്ളൊരു ഡാമേജ് നമ്മൾ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കൊരിക്കലും അത് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയില്ല, ആ ഒരു ഇമ്പാക്റ്റും അതിൻ്റെ ഡാമേജും ഒക്കെ നമുക്ക് കുറക്കാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് റിലീഫ് നമുക്ക് പെട്ടെന്ന് തന്നെ, എത്രത്തോളം പെട്ടെന്ന് നമുക്ക് ആൾക്കാർക്ക് റിലീഫ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് റിലീഫ് കൊടുക്കാം. ആൻഡ് സപ്പോർട്ട് ലോങ് ടേം റിക്കവറി. അതായത് ഒരു നാട് മൊത്തം നശിച്ചിട്ടുണ്ടാവും ചില ഡിസാസ്റ്റേഴ്സൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആ നാടിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത്, അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അടുത്ത പോയിൻ്റ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി, സ്കിൽ ആൻഡ് അവെയർനെസ് ഈസ് ദ കീ ടു മാനേജിങ് ഫ്യൂച്ചർ ഡിസാസ്റ്റർ. അതായത് നമ്മുടെ ഈ ഒരു ടെക്നോളജി സ്കില്ലൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം, വരാൻ പോകുന്ന ഡിസാസ്റ്റേഴ്സിനെ മുൻകൂട്ടി പറഞ്ഞ് നമ്മൾ അതിനുള്ള അവെയർനെസ്സൊക്കെ നൽകി അവിടുന്ന് ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിച്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. ഇനി ഒരുപാട് ഈ ഒരു ചാപ്റ്ററിലുണ്ട്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമായിട്ട് എടുത്തതാണ്. ആൻഡ് ഫോളോ ഫോർ മോർ.